कोच्चि आना हमेशा ही बहुत शानदार अनुभव होता है। आज इस वाइब्रेंट कोस्टल सिटी से मुझे केरलम के विकास को और गति देने का अवसर मिला है। थोड़ी देर पहले केरलम के विकास से जुड़े अराउंड 11,000 करोड़ रुपीस के प्रोजेक्ट्स का शिलान्यास और लोकार्पण हुआ है। मैं केरलम की जनता को इन प्रोजेक्ट्स के लिए बहुत बहुत बधाई देता हूं। കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർജി, കേന്ദ്രമന്ത്രിസഭയിലെ എന്റെ സഹയോഗികളായ സുരേഷ് ഗോപിജി, ജോർജ് കുര്യൻജി, പാർലമെന്റ് അംഗങ്ങൾ, നിയമസഭാ അംഗങ്ങൾ, മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർജി, ദേവിമാരെ, സജ്ജനങ്ങളെ, കൊച്ചിയിലെത്തുമ്പോഴെല്ലാം എനിക്ക് ഒരു പ്രത്യേക സന്തോഷം അനുഭവപ്പെടാറുണ്ട്. ഇന്നിവിടെ ഊർജ്ജസ്വലമായ ഈ തീരദേശ നഗരത്തിൽ നിന്നുകൊണ്ട് കേരളത്തിന്റെ വികസനത്തിന് വേഗത പകരുന്നതിനുള്ള അവസരം എനിക്ക് ലഭിച്ചു. അല്പനിമിഷം മുമ്പ് കേരളത്തിന്റെ വികസനം സംബന്ധിച്ച് ഏകദേശം 11,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് ശിലാസ്ഥാപനം നടത്തുന്നതിനും ഉദ്ഘാടനം നടത്തുന്നതിനും കഴിഞ്ഞു. ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ പദ്ധതികൾക്കായി വളരെയധികം ശുഭാശംസകൾ നേരുകയാണ്. एनडीए सूरतगढ़े आत्मनिर्भर भारत बनाने के लिए, मेक इन इंडिया के लिए पेट्रोलियम सेक्टर का विस्तार बहुत आवश्यक है। आज कोच्चि रिफाइनरी में पॉलीप्रोपाइलिन यूनिट के शिलान्यास के पीछे भी यही लक्ष्य है। इस यूनिट से हर साल अराउंड 4 लाख टन पॉलीप्रोपाइलिन का प्रोडक्शन होगा। आने वाले समय में ये प्लांट पैकेजिंग, टेक्सटाइल, ऑटोमोबाइल, मेडिकल डिवाइसेस ऐसी अनेक फैक्ट्रीज को सपोर्ट करेगा। എന്റെ സുഹൃത്തുക്കളെ, ആത്മനിർഭര ഭാരത നിർമ്മാണത്തിനായാലും മേക്ക് ഇൻ ഇന്ത്യയ്ക്കായാലും പെട്രോളിയം മേഖലയുടെ വികസനം വളരെ ആവശ്യമാണ്. ഇന്ന് കൊച്ചിൻ റിഫൈനറിയിൽ പോളിപ്രൊപ്പൈലിൻ യൂണിറ്റിന്റെ ശിലാസ്ഥാപനം നടത്തിയതിന്റെ പിന്നിലെയും ലക്ഷ്യം ഇതാണ്. ഈ യൂണിറ്റിൽ നിന്ന് പ്രതിവർഷം ഏകദേശം 4 ലക്ഷം ടൺ പോളിപ്രൊപ്പൈലിൻ ഉത്പാദനം സാധ്യമാകും. വരും സമയങ്ങളിൽ ഈ പ്ലാന്റ് പാക്കേജിംഗ്, ടെക്സ്റ്റൈൽ, ഓട്ടോമൊബൈൽ, മെഡിക്കൽ ഡിവൈസസ് അങ്ങനെ അനേകം വ്യവസായങ്ങൾക്ക് പിന്തുണയേകും. एनडीए सूरतगढ़े भारत आज मैन्युफैक्चरिंग का बहुत बड़ा हब बनता जा रहा है। एआई और सेमीकंडक्टर सेक्टर में भी देश तेजी से प्रगति कर रहा है। ऐसे हर काम के लिए ज्यादा एनर्जी चाहिए, ज्यादा से ज्यादा ग्रीन और क्लीन एनर्जी की आवश्यकता है। और भारत सोलर पावर के मामले में दुनिया के टॉप के देशों में से एक बन चुका है। हमारा प्रयास है कि केरलम भी सोलर पावर जनरेशन में और आगे बढ़े। इसी मकसद से आज वेस्ट कलाड़ा उसमें 50 मेगावाट के फ्लोटिंग सोलर प्रोजेक्ट का फाउंडेशन स्टोन रखा गया है। केरलम में तो बहुत बड़ी संख्या में वाटर बॉडीज हैं, इसलिए यहां फ्लोटिंग सोलर पावर क्षेत्र में बहुत पोटेंशियल भी है. എന്റെ സുഹൃത്തുക്കളെ, ഭാരതം ഇന്ന് മാനുഫാക്ചറിംഗ് മേഖലയിൽ ലോകത്തെ ഏറ്റവും വലിയ ഹബ്ബായി മാറുകയാണ്. AI മേഖലയിലായാലും
സെമി കണ്ടക്ടർ മേഖലയിലായാലും രാജ്യം ഇന്ന് അതിവേഗം പുരോഗതി കൈവരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ധാരാളമായി ഊർജം ആവശ്യമുണ്ട്. ധാരാളമായി ഗ്രീൻ ക്ലീൻ എനർജി ആവശ്യമാണ്. ഇന്ന് ഭാരതം സൗരോർജ ശക്തിയിൽ ലോകത്തെ ഏറ്റവും പ്രമുഖ രാജ്യങ്ങളിൽ ഒന്നാണ്. നമ്മുടെ പ്രയാസം ഈ പരിശ്രമങ്ങളിലൂടെ കേരളവും സൗരോർജ ഉൽപാദനത്തിൽ മുന്നേറണം എന്നുള്ളതാണ്. ഈ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് പടിഞ്ഞാറേ കല്ലടയിൽ 50 മെഗാവാട്ടിന്റെ ഫ്ലോട്ടിംഗ് സോളാർ പ്രോജക്റ്റിന് ശിലാന്യാസം നടത്തിയത്. കേരളവും നമുക്കറിയാം ധാരാളം ജലാശയങ്ങൾ നിറഞ്ഞതാണ്. ആയതിനാൽ ഫ്ലോട്ടിംഗ് സോളാർ പവർ മേഖലയിൽ ഇതിലൂടെ അനന്ത സാധ്യതകൾ കൈവരിക്കുന്നു. छत्तीसगढ़ आज दुनिया आधुनिक इंफ्रास्ट्रक्चर पर हो रहे निवेश के लिए भारत की भूरी भूरी प्रशंसा करती है. इस वर्ष जो केंद्र सरकार का बजट आया है उसमें भी इंफ्रास्ट्रक्चर के लिए रिकॉर्ड फंड रखा गया है. इंफ्रास्ट्रक्चर पर हो रहे इस निवेश का बहुत अधिक फायदा केरलम को मिल रहा है. अमृत भारत स्टेशन स्कीम के तहत शोरनूर जंक्शन, कुट्टीपुरम और चंगनासेरी रेलवे स्टेशनों को आधुनिक बनाया गया है. इसके साथ ही शोरनूर नीलांबूर रेल लाइन के एक बड़े सेक्शन का इलेक्ट्रिफिकेशन भी पूरा किया गया है. आज पालक्कड़ पोल्लाची ट्रेन सेवा की शुरुआत भी हुई है. इससे केरलम और तमिलनाडु दोनों राज्यों के लोगों को और अधिक सुविधा होगी. എന്റെ സുഹൃത്തുക്കളെ, ഇന്ന് ലോകം ആധുനിക അടിസ്ഥാന സൗകര്യ നിക്ഷേപത്തിൽ ഭാരതത്തെ പ്രശംസിക്കുകയാണ്. ഈ വർഷം കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റ് വന്നു കഴിഞ്ഞു. അതിൽ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ റെക്കോർഡ് തുകയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യ മേഖലയിലെ ഈ നിക്ഷേപം, അതിന്റെ പ്രയോജനം കേരളത്തിനും കൂടുതലായി ലഭിക്കുന്നുണ്ട്.